ഇന്ന് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ MBBS പഠിക്കാൻ വേണ്ടി പോകുന്ന അബ്രോഡ് കൺട്രി ആയിട്ടുള്ള ജോർജിയനെ കുറിച്ച് പറയാം. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് മലയാളികളാണ് MBBS പഠിക്കാൻ വേണ്ടി ജോർജിയയിലേക്ക് പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ജോർജിയ എന്ന് പറഞ്ഞ രാജ്യം, അതേപോലെ തന്നെ അവിടുത്തെ കൾച്ചർ, അവിടെയുള്ള സ്റ്റുഡൻറ് ലൈഫ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ, അവിടെയുള്ള എഡ്യൂക്കേഷൻസ്, അവിടുത്തെ ക്ലിനിക്കൽസ്, FMG പാസ് പെർസെൻറ്റേജ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് മാറ്ററാണ്. അപ്പോൾ നമുക്കിന്ന് ജോർജിയയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന 5 യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ച് കേസ് ബൈ കേസ്, സബ്ജക്ട് ബൈ സബ്ജക്റ്റ് ആണ്. അതായത് ഓരോരുത്തർക്ക് അനുസരിച്ച് യൂണിവേഴ്സിറ്റി മാറാറുണ്ട്. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു 5 യൂണിവേഴ്സിറ്റി, അതായത് ജോർജിയയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് 5 യൂണിവേഴ്സിറ്റികൾ, അതിന്റെ പോസിറ്റീവ്സ്, അതിന്റെ നെഗറ്റീവ്സ് എടുത്ത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്നുള്ളത്. കാരണം ഞാൻ ഈ പറയണ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അവസാനത്തെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തീരെ കൊള്ളൂലാലോ എന്നുള്ളതല്ല. ഞാൻ അതിന്റെ ഫാക്ടേഴ്സ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കേസ് ബൈ കേസ് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഇന്ന് ഈ 5 യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ എടുത്തേക്കുന്ന ഫാക്ടർ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ FMG പാസ് പെർസെൻറ്റേജ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്ര കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് FMG എഴുതിയിട്ട് അതിൽ എത്ര പേര് പാസ്സാവുന്നുണ്ട് എന്നുള്ളതിന്റെ റേഷ്യോ ആണ് FMG പാസ് പെർസെൻറ്റേജ്. രണ്ടാമത്തെ കാര്യം യൂണിവേഴ്സിറ്റിന്റെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി, അതേപോലെ തന്നെ ക്ലിനിക്കൽസ്, ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി, അവർ കൊടുക്കുന്ന മെറ്റീരിയൽസ്, സ്റ്റുഡൻസ് പഠിക്കുന്ന രീതി, എക്സാമിനേഷന്റെ സിസ്റ്റം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്, അവർ ആ യൂണിവേഴ്സിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, ആ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ഒരു ലൈഫ് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. നാലാമത്തെ കാര്യം ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് FMG എഴുതി നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ. അവരാണല്ലോ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള അവരുടെ ഒപ്പീനിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ടാണ് ഞാൻ ഈ 5 യൂണിവേഴ്സിറ്റികൾ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതല്ലാതെ വേറെയും ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ജോർജിയയിലുണ്ട്. അപ്പോൾ ജോർജിയയിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഞങ്ങളൊരു ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടൂളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ടൂളിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അതിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലിക്കേഷൻ ഇടാനുള്ള അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊസീജിയറും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആ യൂണിവേഴ്സിറ്റി ആണോ അത് എന്ന് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ജോർജിയയിലുള്ള ആദ്യത്തെ 5 യൂണിവേഴ്സിറ്റികൾ എടുത്തു നോക്കാം. ശരിക്കും ജോർജിയയിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ജോർജിയയിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ്. പക്ഷേ കഴിഞ്ഞ 2-3 മാസം മുന്നേ ജോർജിയയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതായത് ജോർജിയയിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻസ് മുഴുവൻ ഇന്റർനാഷണൽ, അതായത് ഫോറിൻ സ്റ്റുഡൻസിന്റെ അഡ്മിഷൻസ് മുഴുവൻ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്കൽ സ്റ്റുഡൻസിന്, ഡൊമസ്റ്റിക് സ്റ്റുഡൻസിന് മാത്രമാണ് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാൽ പിന്നീട് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് അവർ കുറച്ച് അഡ്മിഷൻസ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലാരിറ്റി, എത്ര സീറ്റ്സ് എടുക്കുന്നുണ്ട്, എത്ര കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിലൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ ഒരു അൺസർട്ടൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്നിരുന്നാലും ജോർജിയയിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, രണ്ടാമത് TSU ഉണ്ട്, മൂന്നാമത്തെ TSMU ഉണ്ട്, നാലാമത്തെ ബത്തൂമി ഷോട്ടാ റുസ്താവലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ബത്തൂമിയിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ 4 യൂണിവേഴ്സിറ്റികളാണ് ജോർജിയയിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. എന്നാൽ നമുക്ക് അവിടത്തേക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാനുള്ള ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർജിയയിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് കൗക്കസസ് യൂണിവേഴ്സിറ്റിയാണ്. 2019 സ്റ്റാർട്ട് ചെയ്ത ജോർജിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടിബിലിസിയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് കൗക്കസസ് യൂണിവേഴ്സിറ്റി. കൗക്കസസ് യൂണിവേഴ്സിറ്റി ജോർജിയയിലുള്ള ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ജോർജിയൻസും അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. കൗക്കസസ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ ഇതാണ്. അതായത് ഒരുപാട് മലയാളികളും ഇന്ത്യൻസും പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ജോർജിയൻസ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ് കൗക്കസസ് യൂണിവേഴ്സിറ്റി. മൂന്നാമത്തെ കാര്യം കൗക്കസസ് യൂണിവേഴ്സിറ്റിയുടെ FMG പാസ് പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അതായത് 2024 55%, 2025 40% FMG പാസ് പെർസെൻറ്റേജ്. ഇത് നമ്മൾ ജോർജിയയുടെ ഏവറേജ് അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റികൾ എടുത്തു നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് FMG പാസ് പെർസെൻറ്റേജ് ആണ്. നാലാമത്തെ കാര്യം കൗക്കസസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങി നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഒപ്പീനിയനും ബെറ്റർ ആണ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം ജോർജിയയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ടൈപ്പ് ഓഫ് ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ക്യാമ്പസ് ലൈഫ് എപ്പോഴും ഉണ്ട്. ഇപ്പൊ ജോർജിയയിൽ പൊതുവെ നമ്മൾ കാണാറുള്ളത് യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരു ക്യാമ്പസ് ഉണ്ടാവില്ല. അതായത് റോഡിന്റെ സൈഡിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള 1-2 ബിൽഡിങ്ങുകളായിരിക്കും യൂണിവേഴ്സിറ്റി ആയിട്ട് ഉണ്ടാവുക. എന്നാൽ കൗക്കസസ് യൂണിവേഴ്സിറ്റിന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്യാമ്പസ് ആണ് എന്നുള്ളത് കുട്ടികൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ആറാമത്തെ കാര്യം കൗക്കസസ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മോസ്റ്റ്ലി USMLE ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ കിട്ടാറുണ്ട്. USMLE ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ
കുട്ടികൾക്ക് USMLE എക്സാം പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഹെൽപ്പുകൾ എടുക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ കൗക്കസസ് യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ അവർ നോട്ട്സ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാറുള്ളത് USMLEയുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പോലുള്ള ബുക്സിന്റെ നോട്ട്സ് ആണ്. കൗക്കസസ് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് 6000 USD ആണ്. ഇനി പോസിറ്റീവ്സ് മാത്രമല്ല, കൗക്കസസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡീമെറിറ്റ്സ് നോക്കുന്ന സമയത്ത് കൗക്കസസ് യൂണിവേഴ്സിറ്റി കൂടുതലും അക്കാഡമിക് ഓറിയന്റഡ് യൂണിവേഴ്സിറ്റിയാണ്. അതായത് നമ്മൾ എന്താ വെച്ചാൽ ക്ലാസ്സിൽ കൃത്യമായിട്ട് പോകണം, സെമിനാറുകളൊക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം, സെമിനാറിന്റെ പ്രോപ്പർ മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ അക്കാദമിക്കലി അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ജോർജിയയിൽ പോകുന്നതെങ്കിൽ കൗക്കസസ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരിക്കലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പഠിച്ചൊരു നല്ല ഡോക്ടറായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ്. എന്നാൽ ഒന്ന് ചില്ല് ചെയ്ത് നടക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ക്ലാസ്സിലൊക്കെ ബങ്ക് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ പറ്റിലുണ്ടാവില്ല. കാരണം അക്കാദമിക്കലി അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കൗക്കസസ് യൂണിവേഴ്സിറ്റി. അടുത്തൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെമിനാർ ക്ലാസ്സുകളും ലെക്ചർ ക്ലാസ്സുകളും ഉണ്ട്. ഈ സെമിനാർ ക്ലാസ്സുകളിൽ ഓരോ ദിവസവും അവർ മാർക്ക് ഇടും. അപ്പൊ ഈ ഒരു മാർക്കിനാണ് നമ്മൾ ബേറർ മാർക്ക് എന്ന് പറയുന്നത്. ഈ ബേറർ മാർക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ കൗക്കസ് യൂണിവേഴ്സിറ്റിയിലുള്ള സബ്ജക്റ്റുകൾക്ക് 30 മാർക്കിന്റെ മുകളിലാണ് ബേറർ മാർക്ക് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ആ മാർക്ക് കിട്ടിയാലേ നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഒരു എക്സാം കൗക്കസ് യൂണിവേഴ്സിറ്റിയിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അടുത്ത എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ $200 പേ ചെയ്തിട്ട് വേണം അടുത്ത എക്സാമിന് ഇരിക്കാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൗക്കസസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൗക്കസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികളോടും അവിടെ പഠിച്ചു കഴിഞ്ഞ് ഡോക്ടറായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനോടും സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രീന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അവിടെ വന്നിട്ട് ജോർജിയ എന്ന് ചൂസ് ചെയ്താൽ ജോർജിയയിൽ കൗക്കസ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. അതുപോലെ പഠിച്ചു കഴിഞ്ഞ് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും കാണാൻ പറ്റും. അപ്പൊ അവരോടൊരു കോൾ ബുക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടോ സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത് കൗക്കസസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. കൗക്കസ് യൂണിവേഴ്സിറ്റിയും കൗക്കസ് ഇന്റർനാഷണലും രണ്ട് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കൗക്കസ് ഇന്റർനാഷണലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് 1995 സ്റ്റാർട്ട് ചെയ്ത ജോർജിയയിലുള്ള ഏറ്റവും പഴയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് മുന്നേ തന്നെ ഇന്ത്യൻസും മലയാളികളൊക്കെ MBBS പഠിക്കാൻ വേണ്ടി കൗക്കസ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിച്ചിറങ്ങി നാട്ടിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ബെറ്റർ ആയിട്ട് ഒപ്പീനിയൻ ആണ് എല്ലാ ഡോക്ടേഴ്സും തന്നിട്ടുള്ളത് എന്നുള്ളതും അതിന്റെ ഒരു മെറിറ്റ് ആണ്. മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലൊരു FMG പാസ് പെർസെന്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. 2024 33%, 2025 37% അവരുടെ FMG പാസ് പെർസെന്റേജ്. ജോർജിയയിലെ യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് FMG പാസ് പെർസെന്റേജ് ആണ്. നാലാമത്തെ കാര്യം, ഒരുപാട് മുന്നേ MBBS കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് മുന്നേ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഫോറിനേഴ്സ് പോയി പഠിക്കാൻ തുടങ്ങിയതുകൊണ്ടും ഇവിടെയുള്ള ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ്, മെറ്റീരിയൽസ്, കരിക്കുലം ഇതെല്ലാം വെൽ സ്ട്രക്ചേർഡ് ആണ്. അഞ്ചാമത്തെ കാര്യം, കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് സംസാരിക്കുന്ന സമയത്തും അവരുടെ ഭാഗത്തുനിന്നും നല്ല ഒപ്പീനിയൻ ആണ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. കൗക്കസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന്റെ ഫീസ് 6000 USD ആണ് ഒരു വർഷത്തേക്ക്. അപ്പൊ കൗക്കസ് ഇന്റർനാഷണലിന്റെ മറ്റൊരു കാര്യമാണ്, അതായത് ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് ഹോസ്പിറ്റലായിട്ട് അഫിലിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ക്ലിനിക്കൽസ് ജോർജിയയിൽ കിട്ടുന്ന വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ്. ഇനി കൗക്കസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന്റെ ഡീമെറിറ്റ്സ് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചില്ല് ചെയ്ത് ഒന്ന് ക്ലാസ് ഒക്കെ ബങ്ക് ചെയ്ത് ഒന്ന് ജോർജിയൊക്കെ എൻജോയ് ചെയ്ത് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കൗക്കസ് ഇന്റർനാഷണൽ ഒരു നല്ല യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച ഒരു നല്ല ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക്സിന് നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം സെമിനാർ ക്ലാസ്സുകളും തിയറി ക്ലാസ്സുകളും ഉണ്ട്. ഈ സെമിനാർ ക്ലാസ്സുകളിൽ നമുക്ക് ഒരു സെമസ്റ്ററിന്റെ എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെമിനാർ ക്ലാസ്സുകളിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാർക്ക് വേണം. അപ്പോൾ ഈ മാർക്കിനാണ് നമ്മൾ ബേറർ മാർക്ക് എന്ന് പറയാം. ഈ ബേറർ മാർക്ക് കൗക്കസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 30ന്റെ മുകളിലാണ്. കൗക്കസ് ഇന്റർനാഷണലിന്റെ മറ്റൊരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അധികം കൾച്ചറൽ പ്രോഗ്രാംസ് ഒന്നുമില്ല. അതായത് കൂടുതലും അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ ജോർജിയയിലെ റീലിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് കൾച്ചറൽസോ കാര്യങ്ങളോ ഒന്നും ഈ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് കൗക്കസ് ഇന്റർനാഷണലിൽ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിനോട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രീന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അവിടെ വന്നിട്ട് ജോർജിയ ചൂസ് ചെയ്ത് അവിടെ കൗക്കസ് ഇന്റർനാഷണൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവിടെ പഠിച്ചിറങ്ങി നാട്ടിൽ വർക്ക് ചെയ്യുന്ന മലയാളി ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. അവരോട് ഒരു മെസ്സേജ് അയച്ചിട്ടോ കോൾ ബുക്ക് ചെയ്തിട്ടോ സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനും പറ്റും. മൂന്നാമത് നമുക്ക് ജോർജിയയിൽ പറയാനുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. 2015 സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് ഇത്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ നല്ല അക്കാഡമിക്സ് ആണ്, നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല ക്ലിനിക്കൽസ് ആണ്. ക്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ എടുത്തു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അതായത് കൂടുതലും അറബ് കൺട്രീസിൽ നിന്ന് കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് അറബ് കൺട്രീസിലേക്ക് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ അവരുമായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. മൂന്നാമത്തെ കാര്യം, യൂറോപ്യൻ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ഓൺ ആയിട്ടുള്ള ഡോം ഉണ്ട്, അതായത് ഹോസ്റ്റൽ ഉണ്ട്. ടിബിലിസിയിൽ തന്നെ ഓൺ ഹോസ്റ്റലുള്ള വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ്
യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവരുടെ ഹോസ്റ്റലിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 ഷെയറിംഗ് 3 ഷെയറിംഗ് റൂമുകളുണ്ട്. അവിടെ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതല്ല പുറത്തുനിന്ന് മെസ് ഓർഡർ ചെയ്യണമെങ്കിൽ മെസ് ഓർഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഡോം ഫെസിലിറ്റി തരുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. നാലാമത്തെ കാര്യം, യൂറോപ്യൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല ഒരു FMG പാസ് പെർസെന്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ FMG പാസ് പെർസെന്റേജിന്റെ ആവറേജിൽ 33% FMG പാസ് പെർസെന്റേജ് ഉണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക്. ഇനി യൂറോപ്യൻ യൂണിവേഴ്സിറ്റിന്റെ ഡീമെറിറ്റ്സ് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് അതുപോലെ മലയാളി സ്റ്റുഡൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 8 ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ 2 or 3 ഒക്കെ മലയാളി സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം അറബ്സോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെയോ കുട്ടികളായിരിക്കും. അപ്പൊ ഇതൊരു ഡീമെറിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ കൂടെ പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് ഇതൊരു ഡീമെറിറ്റ് ആയിട്ട് എടുക്കാം. അതല്ല ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടണം എന്നുള്ള കുട്ടികളാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കൂടുതൽ അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആണ് ഇത്. ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാം കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. നാലാമതായിട്ട് നമുക്ക് ജോർജിയയിൽ പറയാനുള്ള യൂണിവേഴ്സിറ്റിയാണ് DTMU, ഡേവിഡ് ടിവിലിയാനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ജോർജിയയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ് DTMU. 1991 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജോർജിയയിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റികളിലൊന്നാണ് DTMU. DTMUയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ എഡ്യൂക്കേഷൻ ആണ്. അതായത് ജോർജിയയിൽ തന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് DTMUലാണ്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് DTMU 4ാമത്തെ പൊസിഷനിൽ ഇട്ടെന്നുള്ളത് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. DTMUന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഏറ്റവും മുന്നേ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ പാസ് ഔട്ട്സ് അവിടെ ഉണ്ട്. അവരുടെ ഒപ്പീനിയൻസ് എല്ലാം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നല്ല ഒപ്പീനിയൻ ആണ്. മൂന്നാമത്തെ കാര്യം, ജോർജിയയിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ക്ലിനിക്കൽസ് കിട്ടുന്ന വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ് DTMU. നാലാമത്തെ കാര്യം, DTMUന്റെ FMG പാസ് പെർസെന്റേജ് ആണ്. 2019 മുതൽ ഇങ്ങോട്ടേക്ക് ജോർജിയയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് FMG പാസ് പെർസെന്റേജ് DTMUനാണ്. 2024 48%, 2025 39%, 2019 മുതൽ ഏവറേജ് നോക്കുന്ന സമയത്ത് 50% അവരുടെ FMG പാസ് പെർസെന്റേജ്. അപ്പോൾ ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അഞ്ചാമത്തെ കാര്യം, FMG മാത്രമല്ല USMLE, പ്ലാബ് പോലുള്ള എക്സാമുകൾ നോക്കുന്ന സമയത്തും DTMUലെ കുട്ടികൾക്കാണ് ഏറ്റവും പാസ് പെർസെന്റേജ് കൂടുതൽ. ആറാമത്തെ കാര്യം, ജോർജിയൻ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ ജോർജിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് എണ്ണാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരെണ്ണുന്ന, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരെണ്ണുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ DTMUയും CU ഒക്കെ. അതുപോലെ തന്നെ ഒരുപാട് നേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും DTMU എന്തുകൊണ്ടാണ് 4ാമത്തെ സ്ഥാനത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, DTMUയിൽ 3rd ഇയറിൽ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരത് വലിയ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല. എങ്കിലും ആ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 3rd ഇയർ കഴിഞ്ഞ് 4th ഇയറിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ 3rd ഇയറിൽ DTMUയിൽ ഫെയിൽ ആവാറുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ എടുത്ത് മാറാറുണ്ട്. ഇത് DTMUന്റെ ഒരു നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ആ ഫിൽട്രേഷൻ എക്സാമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ DTMUന്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്രാസ്ട്രക്ചർ വളരെ ചെറുതാണ് എന്നുള്ളതാണ്. DTMUന് 2 ക്യാമ്പസുകളാണുള്ളത്. ഒന്ന് ജോർജിയയിലുള്ള റുസ്താവി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് ടിബിലിസി എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ആണെങ്കിലും അവിടെ ഏകദേശം ഒരു 30 മിനിറ്റ് പോകാനുണ്ട് ഈ റുസ്താവിയിലേക്ക്. ഈ റുസ്താവിയിൽ ഒരു 4 നില ബിൽഡിംഗ് ആണ് DTMUനുള്ളത്. അതിന്റെ മുകളിലത്തെ 2 നില ഹോസ്റ്റലും താഴത്തെ 2 നില യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നോക്കുന്ന സമയത്ത് അവിടെയാണ് പോലും വളരെ ചെറിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇനി DTMUന് ടിബിലിസിയിൽ ക്യാമ്പസ് ഉണ്ട്. പക്ഷേ ടിബിലിസിയിലെ ക്യാമ്പസ് നോക്കുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ തൊട്ട മുകളിലുള്ള 2 ഫ്ലോർ റെന്റഡ് ബിൽഡിംഗ് പോലെയാണ് തോന്നുന്നത്. അതായത് വളരെ ചെറിയ, നമുക്കൊരു ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് DTMUനുള്ളത്. മൂന്നാമത്തെ കാര്യം, DTMUന്റെ അക്കാഡമിക്സ് വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ FMG പാസ് പെർസെന്റേജും USMLEയുടെ പാസ് പെർസെന്റേജ് ഒക്കെ അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഇരുന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കും എന്ന് ഉറപ്പുള്ള കുട്ടികളെ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒന്ന് ചില്ല് ചെയ്ത് നടക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും DTMU ചൂസ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും അവിടുന്ന് പാസ്സാവില്ല. ഇനി നമുക്ക് ജോർജിയയിൽ പറയാനുള്ള 5ാമത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ജോർജിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ആയിരിക്കും. 2016 സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. ഇതിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. രണ്ടാമത്തെ കാര്യം, മലയാളികൾ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. മൂന്നാമത്തെ കാര്യം, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ലാബ് ഫെസിലിറ്റീസും ക്ലിനിക്കൽസും ഹോസ്പിറ്റൽ അറ്റാച്ച്മെന്റും എല്ലാം ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഇത്. നാലാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയന്റെ FMG പാസ് പെർസെന്റേജ് നല്ലതാണ്. 2025 34% ആയിരുന്നു അവരുടെ FMG പാസ് പെർസെന്റേജ്. ഞാനിപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ അതിന്റെ FMG പാസ് പെർസെന്റേജ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റി FMG പാസ് പെർസെന്റേജ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഡിഗ്രിയുടെ FMG ടൂൾ ഉണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തെ FMG പാസ് പെർസെന്റേജ് ആണോ ചെക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ആ രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികൾ FMG പാസ് പെർസെന്റേജ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. കഴിഞ്ഞ 2019 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ FMG പാസ് പെർസെന്റേജ് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്ത് നല്ല യൂണിവേഴ്സിറ്റി ആണോ ഇത് നോക്കാനും പറ്റും. അഞ്ചാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലാണ് ജോർജിയയിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളത്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് അതിന്റെ ഡീമെറിറ്റിന്റെ പാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുട്ടികളെല്ലാം അവിടെ ഹാപ്പിയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ കുട്ടികൾ ഇത്രയും ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യൂണിവേഴ്സിറ്റികളിൽ
ലെക്ചർ ക്ലാസ്സുകളും സെമിനാർ ക്ലാസ്സുകളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സെമിനാർ ക്ലാസ്സുകൾ നമ്മൾ ഓരോന്നും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പെസിഫിക് മാർക്ക് ഉണ്ടാവും. ഇതിൽ ഒരു സ്പെസിഫിക് മാർക്ക് കിട്ടുകയാണെങ്കിൽ ഈ ബെയറർ മാർക്ക് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് മാർക്ക്, അത്രയും മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഈ ഒരു മാർക്ക് വളരെ കുറവ്. അതായത് ഒരു 4-5 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ 4-5 ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാരും ക്ലാസ്സിൽ അങ്ങനെ പോകാറില്ല. എന്നാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫൈനൽ എക്സാം, സെമസ്റ്റർ എക്സാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ക്ലാസ്സിൽ കയറാതിരുന്ന് അവസാനം എക്സാമിന് പോയിരിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും പൊട്ടുകയും ചെയ്യും. അപ്പോൾ ചില്ലായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ നമ്മൾ നല്ല സെൽഫ് കൺട്രോൾഡ് ആയിട്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ക്ലാസ് പോയിരിക്കും, നമ്മൾ നന്നായിട്ട് പഠിക്കും, എല്ലാ സെമിനാർസും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യും എന്ന് വിചാരിക്കുന്ന കുട്ടികളാണെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ചൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രഷർ ഇല്ലെങ്കിൽ, ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഈ സെമിനാർ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ പോകില്ല. ഫൈനൽ എക്സാം ആണെങ്കിൽ ഭയങ്കര ടഫായിരിക്കും, ഫൈനൽ എക്സാമിൽ ഫെയിൽ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ സെൽഫ് കൺട്രോൾ ഉള്ള കുട്ടികൾ മാത്രമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് മലയാളികൾക്കിടയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഇത്രയും ഫേമസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ, ഒരുപാട് ഏജൻസികൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. ഒരുപാട് ആളുകൾ ഈ യൂണിവേഴ്സിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റിന്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമാണ്, ഒരുപാട് പോസിറ്റീവ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്, അതേപോലെ തന്നെ നല്ല രീതിയിൽ നോക്കിയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഫെയിൽ ആവാൻ വളരെ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. അപ്പോൾ ജോർജിയയിലുള്ള 5 ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതല്ലാതെ വേറെയും ജോർജിയയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓരോ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. അതല്ല, നിങ്ങൾക്ക് തന്നെ ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇവാലുവേറ്റർ ടൂൾ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോയിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി AI യൂസ് ചെയ്തിട്ട് നമ്മുടെ ടൂൾ കണ്ടുപിടിച്ച് തരും. അതിൽ തന്നെ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അവിടത്തേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ജോർജിയയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക.